ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇൻസ്റ്റൻറ്റ് കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വെറും 10 മിനിറ്റിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാം. നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റാണ്. ബേക്കറിയിലൊക്കെ കിട്ടുന്ന അതേ രുചിയിൽ തന്നെ തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നോക്കാം റെസിപ്പി എങ്ങനെയാണെന്ന്. ഈ റെസിപ്പി ഞാൻ കണ്ടത് സുമീസ് ടേസ്റ്റി വ്ളോഗ്സിൽ നിന്നാണ്. അപ്പോൾ അത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. ആദ്യം ഒരു ചുവട് കട്ടിയുള്ള പാത്രത്തിൽ 1.5 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ചൂടായിട്ട് വരുമ്പോൾ 15 അണ്ടിപ്പരിപ്പും 15 ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പിൻ്റെയും ഉണക്കമുന്തിരിയുടെയൊക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം കേട്ടോ. ഞാനിപ്പോൾ രണ്ടും ഒന്നിച്ച് ചേർത്തിട്ടാണ് വറുത്തെടുക്കുന്നത്. ഉണക്കമുന്തിരി ഒന്ന് പൊങ്ങി വരുമ്പോഴേക്ക് കോരി മാറ്റാം. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കുക. ഇനി ഒരു പാനിലോട്ട് മുട്ടയുടെ മഞ്ഞ മാത്രം എടുക്കുക, വെള്ളം മാറ്റിക്കളയുക. 1/2 കപ്പ് പഞ്ചസാര, 4 ഏലക്ക ചതച്ചത്, ഏലക്കപ്പൊടിയാണെങ്കിൽ 1/2 ടീസ്പൂൺ ചേർക്കുക. 1/2 കപ്പ് കോൺഫ്ലോർ, നമ്മളിത് അരിപ്പൊടി വെച്ചിട്ടല്ല ഉണ്ടാക്കുന്നത്, കോൺഫ്ലോർ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. 2 കപ്പ് പാല്, നല്ല കട്ടിയുള്ള പാലാണ്, പശുവും പാലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാലും ചേർക്കാം കേട്ടോ. ആദ്യമേ 2 കപ്പ് പാലും ചേർക്കണ്ട, 1 കപ്പ് ചേർത്ത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അടുത്ത കപ്പ് ചേർത്ത് കൊടുക്കാം. ഒട്ടും കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ 2 കപ്പ് പാലും ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ നെയ്യ്, വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയിൽ പകുതി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. അതിന് മുന്നേ നമ്മൾ കിണ്ണത്തപ്പം സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിൽ കുറച്ച് നെയ്യ് തടവിയെടുക്കുക. പെട്ടെന്ന് ഇളകി വരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിയിൽ കുറച്ച് ഒന്നിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ കിണ്ണത്തപ്പത്തിൻ്റെ മുകൾ ഭാഗത്ത് ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ കിടക്കണ കാണാൻ നല്ല ഭംഗിയായിരിക്കും. തീ ഇപ്പം മീഡിയത്തിലാണ് വെച്ചിരിക്കുന്നത്. ഇതൊന്ന് കുറുകി വരണം. പാലൊന്ന് തിളച്ച് വരെയും വേണം. പാല് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ കുറുക്കിയെടുക്കുക. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം സെറ്റ് ചെയ്യേണ്ട പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. 10 മിനിറ്റ് പോലും എടുക്കില്ല ഇത് കുറുകി വരാൻ വേണ്ടിയിട്ട്. മോൾ ഭാഗം ഒന്ന് നിരപ്പാക്കി കൊടുക്കാം. ഇനി ഇത് ചൂട് മാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. നന്നായിട്ട് ചൂട് മാറി വന്നിട്ടുണ്ട്. സൈഡൊക്കെ ഒന്ന് നമുക്ക് കത്തി കൊണ്ട് ഇളക്കി കൊടുക്കാം. പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റൻറ്റ് കിണ്ണത്തപ്പം റെഡി ആയിട്ടുണ്ട്. കാണാനും നല്ല ഭംഗിയാണ്, നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റും ആണ്. കോൺഫ്ലോർ കൊണ്ടുണ്ടാക്കിയെന്നൊന്നും പറയില്ല. ഒരിക്കൽ കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും. ഗസ്റ്റൊക്കെ വരുമ്പോൾ ട്രൈ ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.